നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. മണി ആശാന്റെ സുവിശേഷ പ്രസംഗം. പാർട്ടി വിട്ട MLA-ക്കെതിരെ കൊലവിളി. തെണ്ടിത്തരം കാണിച്ചാൽ തല്ലിക്കൊല്ലണം. ഇടുക്കി CPM-ലെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമാണ് MM മണി. ദേഷ്യം വന്നാൽ സ്വന്തം നാവിൽ നിന്ന് വികട സരസ്വതി കുത്തിയൊഴുകുന്നത് പുതിയ സംഭവമേയല്ല. ആ നാവിൽ നിന്നാണ് രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ചെയ്തു കൂട്ടിയ 1, 2, 3 പറഞ്ഞുള്ള വെട്ടിക്കൊന്നും കുത്തിക്കൊന്നും വെടിവെച്ചുകൊന്നും നടത്തിയ വീരകഥകൾ നിരത്തിയത്. അതിനെ തുടർന്ന് മണിക്കെതിരെ കേസുണ്ടായി. ഇപ്പോൾ CPM-ന്റെ മറ്റൊരു മുതിർന്ന നേതാവും ദേവികുളം മുൻ MLA-യുമായ S. രാജേന്ദ്രൻ പാർട്ടി വിട്ട് BJP-യിൽ ചേർന്നതിന്റെ കലിപ്പിൽ മണിയാശാൻ രാജേന്ദ്രനെതിരെ ഉറഞ്ഞു തുള്ളി കൊലവിളി നടത്തിയിരിക്കുകയാണ്. പാർട്ടിയെ വെല്ലുവിളിച്ചാൽ തല്ലിക്കൊല്ലണം എന്നാണ് മൂന്നാറിൽ നടന്ന പാർട്ടി പൊതുയോഗത്തിൽ മണിയാശാൻ പ്രസംഗിച്ചിരിക്കുന്നത്. ഇത് നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു. ഇനിയും ഞങ്ങളുടെ മുതുകത്ത് കയറിയാൽ പഴയ പണി തുടരുക തന്നെ ചെയ്യും എന്നാണ് മണിയാശാന്റെ വെല്ലുവിളി. CPM പാർട്ടിയിൽ നിന്നുകൊണ്ട് 3 തവണ MLA ആയി അതിന്റെ പെൻഷനും വാങ്ങി കുശാലായി പൊട്ടടിച്ച് നടക്കുന്ന രാജേന്ദ്രൻ BJP-യിൽ എന്നല്ല എവിടെ പോയാലും ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല. പാർട്ടിക്കാരുടെ നേരെ തിരിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ തനി സ്വഭാവം കാണിക്കും എന്നാണ് മണിയാശാൻ പ്രസംഗത്തിനിടെ പറഞ്ഞത്. ഏതായാലും മണിയാശാന്റെ മൂന്നാർ പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞാടുകയാണ്. ഇടുക്കി തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃനിരയിലെത്തിയ മണിയാശാന് കാര്യമായ വിദ്യാഭ്യാസമൊന്നുമില്ല. തനി നാടൻ രീതിയിലാണ് സംസാരം. മൈക്ക് കിട്ടിയാൽ അതിനു മുമ്പിൽ നിന്ന് തെറി പറയാനും ഒരു മടിയും കാണിക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് മുന്നിലിരിക്കുന്ന സഖാക്കൾക്ക് ആവേശം പകരാനായി കൈകൾ കൊണ്ട് ഒന്നാന്തരം അശ്ലീല ആംഗ്യങ്ങൾ കാണിച്ച് പ്രസംഗിക്കുന്നത് മണിയാശാന്റെ സ്ഥിരം ശൈലിയാണ്. അപ്പോഴെല്ലാം മുന്നിലിരിക്കുന്ന അണികൾ കൈയടിച്ച് മണിയാശാന് സിന്ദാബാദ് വിളിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. വെറും സാധാരണക്കാരിൽ സാധാരണക്കാരനായ മണിയാശാന്റെ തെറിവിളികൾ ഇനിയും തുടരുക തന്നെ ചെയ്യും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഈ സംഭവം. നന്ദി, നമസ്കാരം.